So hi, welcome back to my channel once again. ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ എൻ്റെ 2 വീഡിയോ, അതായത് ബിൽ സീറ്റോവിനെ പറ്റിയിട്ടും there was another video about the current immigration level plan for 2026 to 2028. അപ്പോൾ ആ 2 വീഡിയോക്ക് കിട്ടിയ റെസ്പോൺസ് വാസ് സോ ഹ്യൂജ് ആൻഡ് ഐ റിയലി താങ്ക് യു ഫോർ ഓൾ ദി എൻകറേജ്മെൻറ്റ് ആൻഡ് ഐ എം ഹാപ്പി ദറ്റ് ഇറ്റ്സ് ബീങ് ഷെയർഡ് ആൻഡ് കമൻറ്റഡ് and also actually it is reaching to the right people everywhere in the world. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു ഈ ദ ലൈക്ലി TRPR ഓപ്ഷൻ. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 33,000 സ്റ്റുഡൻസും temporary residents. See, whatever actions from government side, let it come in time. But what we could do, what we need to do is just to make sure that you are totally prepared for that. അപ്പോൾ TRPR അഥവാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ വരികയാണെങ്കിൽ 2021 വന്ന പോലെ തന്നെ ഇപ്രാവശ്യം വരണമെന്നില്ല. ബട്ട് എങ്കിലും ജസ്റ്റ് ഡോണ്ട് മിസ് ദാറ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ലെറ്റ് us see how the temporary residents in Canada or anyone concerned can be better prepared so that no disappointment, no regrets in the last minute, correct? അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ലീഗൽ അഡ്വൈസ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ശരിയാക്കി വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ടുള്ള ലോസസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഷോർട്ട് ടൈമിൽ പലർക്കും പലതും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് എങ്കിലും ആസ് യു നോ, if you have already an express entry profile, if your language test is getting almost expired, language test in the validity is 2 years, correct? So obviously, if you are not into express entry pool yet, of course, you have to do it. If you are already in the express entry pool and it's about to expire, please make sure that you have a renewed one and you have a better one, okay? As self-pip ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, whatever. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ECA വാലിഡിറ്റി ഈസ് ഓൺലി 5 years. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മുന്നേയൊക്കെ ചെയ്തു വെച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇത് പലർക്കും അപ്ലിക്കബിൾ ആയിരിക്കത്തില്ലെങ്കിലും ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് ഇഫ് യുവർ EC is about to expire, it's already expired, so please get a duplicate copy from whether it's WES or ഏതെങ്കിലും ഏത് ഏജൻസി വഴി നിങ്ങൾ EC എടുത്തിട്ടുണ്ടെങ്കിലും അത് you make sure that that's happening and that's coming on time, and then it's all expected only next year, so you have at least around 2 months time to prepare, correct? So ഈ 2 മാസത്തിൽ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ you don't have the last minute disappointment, correct? അതുപോലെ തന്നെ പിന്നെ പോലീസ് ക്ലിയറൻസസ്. ഇപ്പോൾ നിങ്ങളുടെ ഓൾറെഡി പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ഓൾഡ് വൺ ആൻഡ് അറ്റ് ലീസ്റ്റ് ടെൽ ദ ഗവൺമെൻറ് ദാറ്റ് മോസ്റ്റ്ലി ദ പോലീസ് ക്ലിയറൻസ് ഹാസ് ഗോട്ട് 3 months വാലിഡിറ്റി, correct? അപ്പോൾ അഥവാ നമ്മുടെ പഴയതുണ്ടെങ്കിൽ നമുക്കത് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇമിഗ്രേഷൻകാരോട് പറയാം ദ ന്യൂ വൺ ഈസ് ഗെറ്റിംഗ് റെഡി, ഐ ഹാവ് ഓൾറെഡി അപ്ലൈഡ് ഫോർ ഇറ്റ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ലെറ്റേഴ്സ് ഫ്രം ദ പാസ്റ്റ് എംപ്ലോയേഴ്സ്. പ്രസൻറ്റ് എംപ്ലോയർ, നിങ്ങൾ കറണ്ട് എംപ്ലോയർ ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും തന്നിരിക്കും. ബട്ട് പ്രീവിയസ് എംപ്ലോയേഴ്സിനടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് ലെറ്റേഴ്സ്, പേ സ്റ്റെപ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നോട്ടീസ് ഓഫ് അസസ്മെൻറ്റ്, T4s, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയ കാണുന്ന പല വീഡിയോകളും കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓവർ എക്സൈറ്റഡോ ആണ്ട് ദുഃഖിക്കും വേണ്ട. കാരണം അവർക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളൊരു പിന്നെ പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം അവർ വിളിച്ച് പറയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാനഡയിൽ എല്ലാവർക്കും PR കിട്ടാൻ പോകുന്നുള്ളതൊക്കെ ഇറ്റ്സ് ടോട്ടലി മിസ്ഗൈഡിങ്. അതുപോലെ തന്നെ കാനഡയിലെ PNP എത്രയോ ഒരുപാട് കൂട്ടി, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും പറഞ്ഞതിലും അർത്ഥമില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് വീക്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിരുന്നെങ്കിൽ അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സെക്ടറിലുള്ള ഈ 2026 to 2028 കനേഡിയൻ ഇമിഗ്രേഷൻ്റെ പ്ലാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്കോണമിക് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എല്ലാ PR-ഉം, അതായത് എക്സ്പ്രസ് എൻട്രി PR, we call it whether it is CEC, whether it is FSW, whether it is FST, PNP, ഇതെല്ലാം വരുന്ന എക്കോണമിക് ക്ലാസ്സിലാണ്. അതിൽ PNP കുറേ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏരിയ കുറച്ചിട്ടുണ്ട്. അപ്പോൾ PNP കൂട്ടി എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് വാട്ട് വാസ് ദ പ്ലാൻ. ഇപ്പോൾ 380,000 ആണ് ടോട്ടൽ PR അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടോട്ടൽ ഇതിലൊരു 240,000 നമ്മളന്ന് എക്കോണമിക് ക്ലാസ് പറഞ്ഞത്. അതിൽ PNP ഒരു 95,000 വരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൽബർട്ടിൽ ആവശ്യമുള്ളവരായിരിക്കത്തില്ല ഓണ്ടാരിയൊക്കെ വേണ്ടത്, ഓണ്ടാരിയൊക്കെ ആവശ്യമുള്ളവനായിരിക്കില്ല ചിലപ്പോൾ സാസ്കച്ചവന് വേണ്ടത്. അപ്പോൾ ഓരോ പ്രോവിൻസിനും അതിൻ്റെതായ കൂടുതൽ പ്രിവിലേജ് കൊടുത്തിരിക്കുക. ആ പ്രോവിൻസിൽ ആവശ്യമുള്ള ഇൻ ഡിമാൻഡ് സെക്ടറിൽ
അവർക്ക് ആവശ്യമുള്ളവർ അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ചവിടെ എക്സസ് അവരുടെ ബഡ്ജറ്റ് കൊടുത്തിട്ട് മറ്റുള്ളിടത്ത് ടോട്ടൽ ബഡ്ജറ്റിൽ മാറ്റം വരുന്നില്ല. ദർ ക്യാൻ ബി ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ PNPs. ഒബ്വിയസ്ലി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ PNPയിൽ എംപ്ലോയർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ. എല്ലാ എംപ്ലോയറും നിങ്ങളുടെ ജോബ് കാറ്റഗറിയും നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും എല്ലാം മാച്ച് ആയാലും എംപ്ലോയർ ഓൾസോ ഹാസ് ടു ബി ക്വാളിഫൈഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒണ്ടാരിയോ എടുത്തു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ലൊക്കേഷൻ ഓഫ് ദി എംപ്ലോയർ വെദർ ദേ ഷുഡ് ഹാവ് certain level of income, they must be in the business for so many years, they must be in the good book of Immigration Canada and CRA, and they must have some kind of employers already working as PR and citizens. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് PNP കിട്ടും, എവിടെയെങ്കിലും പോയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയർ നിന്നെ എടുക്കാം, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്കതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാണ്, PNP ഓപ്ഷൻസ് നിങ്ങൾ ഇഫ് യു ആർ സീക്കിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്ഷൻ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ എംപ്ലോയർ ഈസ് ഈക്വലി എലിജിബിൾ. ഇപ്പോൾ ഈ വലിയ വലിയ മൾട്ടിനാഷണൽസും അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളും അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഇവരൊന്നും PNP ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. കാരണം എവിടെയെങ്കിലും നിങ്ങൾ ലക്കിന് ഇൻ ഡിമാൻഡ് കാറ്റഗറി എങ്ങനെ വന്നാൽ, എക്സ്പ്രസ് എൻട്രി ഇൻ ഡിമാൻഡ് കാറ്റഗറിയിൽ വന്ന് ഓട്ടോമാറ്റിക് ഇൻവിറ്റേഷനെ കിട്ടിയാൽ ഓക്കെ. ബട്ട് വേർ ദർ ഇസ് എൻ എംപ്ലോയർ ഹാസ് ടു പ്ലേ എ മേജർ റോൾ ഈവൻ ഇഫ് ദേ ആർ എലിജിബിൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഒണ്ടാരിയോ PNP, എംപ്ലോയർ ഹാസ് ടു ഗോ ആൻഡ് ആക്ച്വലി മേക്ക് എ ജോബ് ഓഫർ ത്രൂ ദെയർ എംപ്ലോയർ പോർട്ടൽ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പല എംപ്ലോയേഴ്സും ചിലപ്പോൾ ഇനിഷ്യേറ്റീവ് ഇൻട്രസ്റ്റ് എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പിക്ചർ നിങ്ങൾ മിസ് ചെയ്യരുത്. കാനഡയിൽ ഇന്ന് 1.5 മില്യൺ ടെമ്പററി വർക്കേഴ്സ് ഉണ്ട്. ഇതിൽ LMI ബേസ്ഡ് ആയിട്ട് വന്നവരുണ്ടാവും, LMI എക്സംപ്റ്റഡ് ആയിട്ട് വന്നവരുണ്ടാവും, ICTയിലും മറ്റുള്ള പല പല കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണുമായിരിക്കും ഇതിൽ. അപ്പോൾ ഈ PGWPയിലുള്ള ആൾക്കാരുണ്ടാവും, മറ്റേ സ്പൗസൽ വർക്ക് പെർമിറ്റ് ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കൂട്ടി 1.5 മില്യൺ ആൾക്കാരും കാനഡൻ്റെ PR ആവാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 2026 ടോട്ടൽ ബഡ്ജറ്റ് എടുത്താൽ തന്നെ ഇതിൻ്റെ മാക്സിമം 25% ആൾക്കാർ PR ആവത്തുള്ളൂ. ഈ 1.5 മില്യൺ 25% ഇത് ഓൾമോസ്റ്റ് 375,000. കറക്റ്റ്. സോ ഇത്രയും ആൾക്കാർ തന്നെ PR ആവത്തുള്ളൂ. അപ്പോഴും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദറ്റ് റിമൈനിങ് 1 മില്യൺ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അത് മാത്രമല്ല, ഓൾറെഡി 500,000 സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിതിൽ ആഡപ്പ് ആവും സൂൺ ഓർ ലേറ്റർ. As soon as they complete their studies, most of them will get work permit. They will also join this box of 1.5 million. അപ്പോൾ ഇവിടെ ഒരു 500,000 നിങ്ങൾ പുഷ് ചെയ്തതിന് PR ആക്കിയാൽ തന്നെ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് റിമൈനിങ് 1 മില്യൺ ഓർ 1.5 മില്യൺ? ക്വസ്റ്റ്യൻ മാർക്ക്. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആണ്. അൺലെസ് ആൻഡ് അണ്ടിൽ മെനി പീപ്പിൾ ലീവ് കാനഡ ഓർ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഡിപ്പോർട്ടഡ് ഫ്രം കാനഡ ഓർ ദ കനേഡിയൻ ഗവൺമെൻറ് ഈസ് അഗെയിൻ കമ്മിങ് ബാക്ക് വിത്ത് സം കൈൻഡ് ഓഫ് റിമീഡിയൽ ആക്ഷൻ to cut down these numbers. I don't know. Nobody has an answer, believe me. കുറേ ഗുഡ് ന്യൂസും ഉണ്ട്. കാരണം ഇപ്പം കാനഡയിലോട്ട് വരാൻ പുറത്തുനിന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കാനഡയുടെ അകത്തുള്ളവർക്ക് തന്നെ C11, C12, C10 ഒക്കെ പോലുള്ള ഒരുപാട് പ്രോഗ്രാംസ് വേറെയുണ്ട്. അപ്പോൾ അത് ബിസിനസ്സുകാർക്കൊക്കെ കാനഡയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊന്നും ഇവിടെ നിഷേധിക്കും. അതൊക്കെ പഴയ പോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനൊക്കെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എലിജിബിലിറ്റി ഫാക്ടേഴ്സും അതിൻ്റെ ക്രൈറ്റീരിയസ് കുറേ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് മലയാളികൾക്കൊന്നും ഇതിനകത്ത് അറിയത്തന്നെയില്ല. എനിക്ക് ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന പ്രചോദനം തന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ സുജിത്ത്, പുള്ളി പറഞ്ഞ് പല മലയാളികൾക്കും C11 വാട്ട് ഈസ് ഇറ്റ് ദേ ഡോണ്ട് നോ, HNC വാട്ട് ഈസ് ഇറ്റ് ദേ ഡോണ്ട് നോ. അവർക്ക് സ്റ്റഡി വിസ അറിയാം, വർക്ക് പെർമിറ്റ് അറിയാം, PR അറിയാം, പിന്നെ ബിസിനസ് വിസ എന്നൊക്കെ പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സ്പെൻസീവ് ആണെന്നും അറിയാം. അല്ലാതെ അതിനെപ്പറ്റി നിറ്റിഗ്രിറ്റി ഡീറ്റെയിൽസ് ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, ആർക്കും അറിയത്തുമില്ല. ഉണ്ടായിരിക്കും ചിലപ്പം മറ്റുള്ള പിന്നെ സായിപ്പന്മാരൊക്കെ ചില വീഡിയോകളും ഇംഗ്ലീഷ് വീഡിയോ, ഹിന്ദി വീഡിയോ ഒക്കെ കാണുമായിരിക്കും. ബട്ട് മലയാളികൾ ടാർഗറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ C11 പറ്റിയോ C10 പറ്റിയോ C12 പറ്റിയോ HNC പറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. ഇനി ആരെങ്കിലും പറയുന്നെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറയാൻ സാധ്യതയുണ്ട്. ഒരു ജെന്യൂനായിട്ട് ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അവർ അതിലോട്ട് ജമ്പ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ C11, C12, C10 പോലുള്ള ഒരുപാട് ഓപ്ഷൻസ് LMI എക്സംപ്റ്റഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് അവൈലബിൾ ആണ്. ബട്ട് അതിൻ്റേതായ ഒരുപാട് ഇഫ്സ് ആൻഡ് ബട്ട്സ് ആർ ദെയർ. ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ എവരിബഡി. പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്. ഞാനിതൊന്നും ഈ വീഡിയോ വഴി പ്രൊമോട്ട് ചെയ്യില്ല. അതിനൊക്കെ വളരെ സ്യൂട്ടബിളായ ആൾക്കാരുണ്ട്, എലിജിബിൾ ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർത്ത് എക്സ്പ്ലോറിങ് ഇറ്റ്. ആൻഡ് ഇഫ് യു ആർ ഓക്കെ, ഗോ ഫോർ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ താല്പര്യമുള്ളവർ, അവർക്ക് തോന്നുകയാണ് അങ്ങനെ അവർക്ക് സീരിയസ് ആയിട്ട് കാനഡയ്ക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ളവർ, ഇങ്ങനെയുള്ള അവരുടെ എലിജിബിലിറ്റി ഫാക്ടേഴ്സ് കാനഡയുടെ പുറത്തുനിന്നാലും കാനഡയുടെ അകത്തുനിന്നാലും ഇറ്റ് ഈസ് വർത്ത് എക്സ്പ്ലോറിങ് ഇറ്റ്.
വി ആർ കറൻ്റ്ലി ഡൂയിങ് ലോട്ട് ഓഫ് കേസസ് ഓൺ C11. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തിരി ടഫായി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫേക്ക് പ്രോമിസസ്, കാരണം ഇപ്പോൾ ആൾക്കാർ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടോ സ്വീറ്റ് ആയിട്ടുള്ള പ്രോമിസസൊക്കെ തരുമ്പോഴത്തേക്ക് അതിൽ ചെന്ന് വീഴാതെ, പ്ലീസ് ഹാവ് എ കൺസൾട്ടേഷൻ വിത്ത് എനി പ്രൊഫഷണൽ. യു ഡോണ്ട് ഹാവ് ടു കൺസൾട്ട് വിത്ത് മീ. ദർ ആർ thousands ഓഫ് പ്രൊഫഷണൽസ് ഇൻ കാനഡ. ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം യു ലീപ്പ് ഇൻ. ഈ C11 പറ്റിയും C12 പറ്റിയും C10 പറ്റിയൊക്കെ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് വീഡിയോകൾ കൂടി ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആൾക്കാർക്ക് കുറേ കൂടി കാര്യങ്ങൾ ചിലപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാൻ സമയമുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു, ബൈ.